എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 2021-2022 വർഷങ്ങളിൽ നടന്ന ബേസിക് സയൻസ് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാനെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് ഒന്നും നോക്കുന്നില്ല, അത് എല്ലാ കൂട്ടുകാർക്കും അറിയുന്ന കാര്യങ്ങളാണല്ലോ. നമുക്ക് ആക്ടിവിറ്റി 1 നോക്കാം. ആക്ടിവിറ്റി 1 എന്താണ്? നീതു വിസിറ്റഡ് ആൻ ഓർക്കിഡ് നഴ്സറി. ഷീ സോ സം പ്ലാന്റ്സ് ഗ്രോ ഹാങ്ങിങ് ഇൻ വുഡൻ പ്ലാങ്ക്സ് ടൈഡ് വിത്ത് കോക്കനട്ട് ഹസ്ക് ആൻഡ് ചാർക്കോൾ വിത്തൗട്ട് സോയിൽ. എന്താണ് പറയുന്നത്? നീതു ഒരു ഓർക്കിഡ് നഴ്സറി സന്ദർശിക്കുകയാണ്. അപ്പോൾ മണ്ണില്ലാതെ തൊണ്ടും കരിയും കൊണ്ട് ഒരു മരപ്പലകയിൽ കെട്ടിത്തൂക്കിയിട്ടുള്ള കുറച്ച് ചെടികൾ നീതു കാണുകയാണ്. അതാണ് ആക്ടിവിറ്റി 1 പറയുന്നത്. ഇനി 2 ക്വസ്റ്റ്യൻസ് എയും ബിയും തന്നിട്ടുണ്ടല്ലേ, അപ്പോൾ ക്വസ്റ്റ്യൻസ് കൂടെ നമുക്കൊന്ന് നോക്കാം. ആക്ടിവിറ്റി 1 എ ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നത്? ടു വിച്ച് ഗ്രൂപ്പ് ഡു ദീസ് പ്ലാന്റ്സ് ബിലോങ്? എന്താണ് അതിനർത്ഥം? എന്താണ് ആദ്യം പറയൂ. ഏത് ഗ്രൂപ്പിലാണ് ഈ ചെടികൾ ഉൾപ്പെടുന്നത് എന്നുള്ളതാണ്. ലച്ചു പറഞ്ഞേ ഏത് ഗ്രൂപ്പിലാണ്? ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. എപ്പിഫൈറ്റ്സ്, പാരാസൈറ്റ്സ്, സെപ്രോഫൈറ്റ്സ്. ഏതിലാണ് വരിക ഓർക്കിഡൊക്കെ? ഓക്കെ, എപ്പിഫൈറ്റ്സിലാണ് വരിക. ഇത് നമ്മുടെ ഫസ്റ്റ് EVSലെ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ടല്ലോ, ഏതായിരുന്നു ഫസ്റ്റ് ചാപ്റ്റർ? ഏതാണ് ഫസ്റ്റ് ചാപ്റ്റർ? ഏതാണ് വരുന്നത്? നോ ദ പ്ലാന്റ്സ് വേൾഡ് ക്ലോസ്ലി. ആ പാഠത്തിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എപ്പിഫൈറ്റ്സിലാണ് ഓർക്കിഡ് വിഭാഗത്തിലുള്ള ചെടികളൊക്കെ പെടുന്നത്. അതിൽ പേജ് നമ്പർ 13 അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 12, 13 ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ വരുന്നുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ബി നോക്കാം. ആക്ടിവിറ്റി 1 ബി എന്താണ് ചോദിക്കുന്നത്? ഗ്രൂപ്പ് ഓഫ് സം പ്ലാന്റ്സ് ഈസ് ഹാംഫുൾ ടു ദ ഹോസ്റ്റ് പ്ലാന്റ്സ്. വൈ എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഇത്? ഗ്രൂപ്പ് ഓഫ് സം പ്ലാന്റ്സ്, ഈ ഗ്രൂപ്പിൽ പെടുന്ന ചെടികൾ, അതായത് ഓർക്കിഡ് വിഭാഗത്തിൽ പെടുന്ന ചെടികൾ ഈസ് ഹാംഫുൾ ടു ദ ഹോസ്റ്റ് പ്ലാന്റ്. ഹോസ്റ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഓർക്കിഡ് ചെടി വളരുന്ന ആ ഒരു മരം ഉണ്ടായിരിക്കുമല്ലോ, ആ മരത്തിന് ഓർക്കിഡ് അതിൻ്റെ മേലെ വളരുന്നത് കൊണ്ട് ആ മരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വൈ? ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. ഓക്കെ, എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല എന്ന് പറയുന്നത്? യെസ്, സ്പെക്കുലാരിറ്റീസ്. അതാണ് ദീസ് റൂട്ട്സ് അബ്സോർബ് മോയ്സ്ചർ from the atmosphere. യെസ്, കറക്റ്റ്. എന്താണ് പറയുന്നത്? ഓർക്കിഡ് വിഭാഗത്തിൽ പെടുന്ന ദീസ് റൂട്ട്സ് ഹാവ് സർട്ടൻ പെക്യുലാരിറ്റീസ്. ഓർക്കിഡ് വിഭാഗത്തിൽ പെടുന്ന ചെടികൾക്ക് അവരുടെ റൂട്ടിന് കുറച്ച് പ്രത്യേകതകളുണ്ട്, വേരിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ദേ ക്യാൻ അബ്സോർബ്ഡ് മോയ്സ്ചർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ. അവർ അറ്റ്മോസ്ഫിയറിൽ നിന്ന്, നമ്മുടെ ഈ പ്രകൃതിയിൽ നിന്നുള്ള ഈർപ്പം വലിച്ചെടുത്തിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർക്കിഡ് ചെടി വളരുന്ന ആ ഒരു മരത്തിനോ സസ്യത്തിനോ എന്താണ് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല. അപ്പം നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ആക്ടിവിറ്റി 1 തന്നെയുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. ഒബ്സർവ് ദ ടേബിൾ. ഈ ഒരു തന്നിരിക്കുന്ന ടേബിൾ ശ്രദ്ധിക്കാനാണ് പറയുന്നത്. എന്താണ്? എപ്പിഫൈറ്റ്സ്. എപ്പിഫൈറ്റ്സിനുള്ളിൽ വാന്ത എന്ന് കൊടുത്തിട്ടുണ്ടല്ലേ. വാന്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർക്കിഡ് വിഭാഗത്തിൽ പെടുന്ന ഒരു ചെടിക്കാണ് വാന്ത എന്ന് പറയുന്നത്. മരവാഴ എന്ന് പറയൂ കേട്ടോ. വാന്ത എന്ന് പറഞ്ഞാൽ എന്താണ്? മരവാഴ. ഓക്കെ, പിന്നെന്താണ്? പാരാസൈറ്റ്സ്. പാരാസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരാത സസ്യത്തിനെയാണ് പാരാസൈറ്റ്സ് എന്ന് പറയുന്നത്. എന്താണ്? എന്തൊക്കെയാണ്? കസ്കൂട്ട. കസ്കൂട്ട എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ്, മൂടില്ലാ താളിക്കാണ് പറയുക കസ്കൂട്ട. ടെക്സ്റ്റ് ബുക്കിൽ കണ്ടില്ല, ഒരു മഞ്ഞ വള്ളി കണ്ടില്ല, ഒരു യെല്ലോ കളറിലുള്ള ഒരു മഞ്ഞ വള്ളി കണ്ടില്ലേ, അതിന് കസ്കൂട്ട എന്ന് പറയുന്നത്. അടുത്തെന്താണ്? സാൻഡൽവുഡ്. സാൻഡൽവുഡ് എന്ന് പറഞ്ഞാൽ ചന്ദനമരം. ചന്ദനമരത്തിനാണ് സാൻഡൽവുഡ് എന്ന് പറയുന്നത്. അടുത്തെന്താണ്? ലൊറാന്തസ്. ലൊറാന്തസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത്തിൽക്കണ്ണിയാണ്. ഈ മരത്തിന് മുകളിലൊക്കെ മാവിൻ്റെയും പ്ലാവിൻ്റെ ഒക്കെ മുകളിൽ കാണുന്നില്ലേ, അതിനെയാണ് ലൊറാന്തസ് എന്ന് പറയുന്നത്, ഇത്തിൽക്കണ്ണി. പിന്നെന്താണ്? സാപ്രോഫൈറ്റ്സ്. സാപ്രോഫൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ ശവോപജീവി എന്നുള്ളതിനാണ് പറയുക സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. സാപ്രോഫൈറ്റ്സിൽ ഏതൊക്കെയാണ് കൊടുത്തത്? മഷ്റൂം, കൂണ്, അതുപോലെ ബ്രെഡ് മോൾ, എന്താണ് പൂപ്പലൊക്കെയാണ് ഈ സാപ്രോഫൈറ്റ്സിൽ, ഈ ശവോപജീവികൾ എന്നുള്ളതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഈച്ച് ഗ്രൂപ്പ്? ഈ ഗ്രൂപ്പിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന്. അതായത് എപ്പിഫൈറ്റ്സ്, പാരാസൈറ്റ്സ്, അങ്ങനെയല്ലേ ആ ഗ്രൂപ്പിലൊക്കെ ഈ ചെടികൾ പെടുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പുകളുടെ പ്രത്യേകത എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എപ്പിഫൈറ്റ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയൂ. ഫസ്റ്റ് ബോക്സിൽ എന്താണ്? എപ്പിഫൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. എപ്പിഫൈറ്റ്സിൽ പെടുന്ന സസ്യങ്ങളുടെ പ്രത്യേകത എന്താണ്? എപ്പിഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ വാസസ്ഥലത്തിനായി മാത്രം, അതായത് ജീവിക്കാൻ വേണ്ടി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റ്സുകൾ. അതായത് പ്ലാന്റ്സ് ആർ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ അതർ പ്ലാന്റ്സ് ഫോർ ഷെൽട്ടർ. ഷെൽട്ടറിന് വേണ്ടി മാത്രമാണ് അത്തരം സസ്യങ്ങൾ മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നത് കേട്ടോ.
അടുത്ത ബോക്സിൽ പാരാസിറ്റിക്സ് പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. എന്താണ് പാരാസിറ്റിക്സ് പ്ലാന്റ് പ്രത്യേകത എന്താണ്? വാസസ്ഥലത്തിനും ആഹാരത്തിനും വേണ്ടി മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് ഈ പരാത സസ്യങ്ങൾ അല്ലെങ്കിൽ പാരാസിറ്റിക്സ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ജീവിക്കാനും ആഹാരത്തിനും വേണ്ടിയിട്ട് മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. അപ്പോൾ എങ്ങനെ പറയാം? പ്ലാന്റ്സ് ആർ ഡിപ്പെൻസ് ഓൺ അതർ പ്ലാന്റ്സ് ഫോർ ഷെൽട്ടറിങ് ആൻഡ് ഫുഡ്. ഷെൽട്ടറിനും ഫുഡിനും വേണ്ടിയിട്ട് മറ്റ് സസ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് പാരാസിറ്റിക്സ് എന്ന് പറയുന്നത്. അടുത്ത ബോക്സിൽ എന്താ പറയുന്നത്? അടുത്ത ബോക്സിൽ സാപ്രോഫൈറ്റ്സ് പ്ലാന്റ്സ് ആണല്ലേ പറയുന്നത്. സാപ്രോഫൈറ്റ്സ് എന്താണ്? ശവോപജീവികൾ എന്ന് പറയും. അതായത് ജീർണിച്ച്, അതായത് ചീഞ്ഞ് കിടക്കുന്ന വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് വളർന്നു വരുന്നത് എന്തൊക്കെയാണ്? മഷ്റൂം, ബ്രെഡ് മോഡ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിനെങ്ങനെ പറയാം? ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളെയാണ് ഈ സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. പ്ലാന്റ്സ് ആർ ഗ്രോ ബൈ എക്സ്ട്രാക്റ്റിംഗ് ന്യൂട്രിയൻസ്. പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ബൈ എക്സ്ട്രാക്റ്റിംഗ് ന്യൂട്രിയൻസ് ഫ്രം എവിടെ നിന്നാണ്? ഫ്രം ഓർഗാനിക് മാറ്റർ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്രയും. അപ്പോൾ ആ പാഠം നന്നായിട്ട് പഠിക്കണം കൂട്ടുകാർ കേട്ടോ. നമുക്കിങ്ങനെ ആക്ടിവിറ്റി 2 നോക്കാം. ആക്ടിവിറ്റി 2ലെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സയൻസ് ക്ലബ്സ് കണ്ടക്റ്റഡ് എ പ്രോഗ്രാം നെയ്മഡ് വിത്ത് ഡോക്ടർ. ഡോക്ടറോടൊപ്പം എന്ന പേരിൽ ഒരു പ്രോഗ്രാം വെക്കുകയാണ് സയൻസ് ക്ലബ്ബ്. ഇത് ഇവൻ ഡിസ്കസ്ഡ് ഹൗ വിഷൻ ഈസ് പോസിബിൾ ആൻഡ് ഹൗ ടു പ്രൊട്ടക്ട് ദ ഇയേഴ്സ്. എന്തായിരുന്നു ആ ഒരു ഇവൻറ്റിലെ ചർച്ചാ വിഷയം? എന്തായിരുന്നു? ഹൗ വിഷൻ ഈസ് പോസിബിൾ, എങ്ങനെ നല്ലൊരു കാഴ്ച സാധ്യമാക്കാം. അതുപോലെ തന്നെ ഹൗ ടു പ്രൊട്ടക്ട് ദ ഇയേഴ്സ്, എങ്ങനെ ചെവികളെ എങ്ങനെ സംരക്ഷിക്കാം എന്നതുമായിരുന്നു വിത്ത് ഡോക്ടർ എന്ന പ്രോഗ്രാമിലെ ചർച്ച. അപ്പോൾ നമ്മൾക്ക് 3 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആക്ടിവിറ്റി 2ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഹൗ വിഷൻ ഈസ് പോസിബിൾ. എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഹൗ വിഷൻ ഈസ് പോസിബിൾ, എങ്ങനെ കാഴ്ച സാധ്യമാകുന്നു എന്നത് വിശദീകരിക്കാനാണ് പറയുന്നത്. ആക്ടിവിറ്റി 2 ഏത് ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നത് മനസ്സിലായോ? ചാപ്റ്റർ 7 ആണല്ലേ, വിൻഡോ ഓഫ് നോളജ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വിഷൻ ഈസ് പോസിബിൾ, എങ്ങനെ ഒരു കാഴ്ച സാധ്യമാക്കാം എന്നുള്ളത്. കൂട്ടുകാരെ, ആ ഒരു ചാപ്റ്ററിലെ പേജ് നമ്പർ 87 കണ്ടില്ലേ? 87 അതിൻ്റെ കറക്റ്റായിട്ട് ആൻസർ പറയുന്നുണ്ട് അല്ലേ. ഹൗ ഡു വി സീ എന്നുള്ള ആ ഒരു ഭാഗത്ത് അതിൻ്റെ ആൻസർ പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ നന്നായി പാഠം വായിച്ചു നോക്കണം. അതായത് നമ്മുടെ കണ്ണിൽ പ്രതിബിംബം പതിക്കുന്ന സ്ക്രീനിനെ പറയുന്ന പേരാണ് റെറ്റിന എന്നുള്ളത്. ആ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബം റെറ്റിനയിൽ പതിക്കുന്ന ആ ഒരു പ്രതിബിംബം, ആ ഒരു ഇമേജ് ബ്രെയിനിലേക്ക് മെസ്സേജ് ചെയ്യും. ആ ഒരു നെർവ്സ് വഴി ബ്രെയിനിലേക്ക് മെസ്സേജ് ചെയ്യുന്നു. പിന്നീട് തലച്ചോറാണ് ആ വസ്തുവിൻ്റെ യഥാർത്ഥ ഒരു കാഴ്ച സാധ്യമാക്കുന്നത്. ആദ്യം ചിത്രം റെറ്റിനയിൽ പതിക്കുന്നു. റെറ്റിനയിൽ പതിച്ച ചിത്രം നേത്രനാഡികൾ വഴി എവിടേക്ക് പോവും? ബ്രെയിനിലേക്ക് പോവും. ബ്രെയിനിൽ നിന്നാണ് അത് കറക്റ്റായിട്ടുള്ള ആ ഒരു ചിത്രത്തിനെ തിരിച്ചറിയുന്നത്. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചാപ്റ്റർ നന്നായി വായിച്ചു നോക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 2ലെ ബി ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ തിങ്സ് വി നീഡ് ടു ടേക്കൺ കെയർ ഓഫ് ടു പ്രൊട്ടക്ട് ദ ഇയേഴ്സ്. ചെവി സംരക്ഷിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കറക്റ്റായിട്ട് അതിൻ്റെ ആൻസർ പാഠപുസ്തകം 91 പേജിൽ, അതായത് നമ്മുടെ ചാപ്റ്റർ പറഞ്ഞു തന്നല്ലോ ഞാൻ. ചാപ്റ്റർ ഏതാണെന്ന്? വിൻഡോ ഓഫ് നോളജ് എന്നുള്ള ആ 7ാമത്തെ ചാപ്റ്ററിലെ കറക്റ്റ് പേജ് നമ്പർ 91 കറക്റ്റായിട്ട് അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഡു നോട്ട് പുട്ട് പോയിൻ്റ് ഒബ്ജക്റ്റ് ഇൻ ടു ദ ഇയർ. ചെവിയിലേക്ക് പോയിൻ്റ് സാധനങ്ങൾ, അതായത് കൂർത്ത സാധനങ്ങളൊന്നും ചെവിയിൽ ഇടരുത്. ഡു നോട്ട് ലിസൺ ടു ലൗഡ് സൗണ്ട് കണ്ടിന്യൂസ്ലി. തുടർച്ചയായി വളരെ ഉച്ചത്തിലുള്ള ശബ്ദം കേൾക്കാൻ പാടില്ല. ഡു നോട്ട് പോർ വാട്ടർ ഓർ അതർ ലിക്വിഡ് ഇൻ ടു ദ ഇയർ. ചെവിയിലേക്ക് വെള്ളമോ ലിക്വിഡായിട്ടുള്ള മറ്റു സാധനങ്ങളൊന്നും ഒഴിക്കാൻ പാടില്ല. ഡു നോട്ട് ലെറ്റ് ദ ഇയർ റിസീവ് എനി ബ്ലോ. അതായത് ചെവിയിലേക്ക് അടിക്കാനൊന്നും പാടില്ല എന്നാണ് പറയുന്നത്. കറക്റ്റായിട്ട് ആ 4 പോയിൻ്റ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കൂട്ടുകാരാ. ടെക്സ്റ്റ് ബുക്കിലെ പോയിൻ്റൊക്കെ നന്നായി പഠിക്കണം കേട്ടോ. ആക്ടിവിറ്റി 2ലെ സി എന്താണ്? വിച്ച് പാർട്ട് ഓഫ് ദ ഇയേഴ്സ് റിസീവ് സൗണ്ട്സ് ആൻഡ് ഡിറക്റ്റ് ഇൻ ടു ദ ഇയേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ശബ്ദങ്ങൾ ശേഖരിച്ച് ചെവിക്കുള്ളിലേക്ക് എത്തിക്കുന്ന ചെവിയുടെ ഭാഗം ഏതാണെന്നാണ് ചോദിക്കുന്നത്. പിന്നെ എന്താണ്? എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചെവിക്കൂടെയാണല്ലേ. അപ്പോൾ ആ ചാപ്റ്റർ നന്നായിട്ട് കൂട്ടുകാർ പഠിക്കണം, നന്നായി വായിച്ചു നോക്കണം. നമുക്കിനി ആക്ടിവിറ്റി 3 നോക്കാം. ആക്ടിവിറ്റി 3 നോക്കാം. എന്താണ് ആക്ടിവിറ്റി 3ൽ പറയുന്നത്? ടേക്ക് സം ഡ്രൈ സോയിൽ ഇൻ എ ഗ്ലാസ്. ഒരു ഗ്ലാസ്സിൽ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള കുറച്ച് മണ്ണെടുക്കാനാണ് പറയുന്നത്. ആൻഡ് പുട്ട് 4 or 5 pea seeds ഇൻ ദ പ്ലേസ് ടു ഗ്ലാസ്
വെയർ ഫേവറബിൾ ടെമ്പറേച്ചർ ആൻഡ് സൺലൈറ്റ്സ് അവൈലബിൾ. ഇനി എന്താ പറഞ്ഞാൽ അതിലേക്ക് ആ ഡ്രൈ ആയിട്ടുള്ള സോയിലേക്ക് 4-5 പീ സീഡ്സ് ഇടാനാണ്, പയർ വിത്തുകൾ ഇടാനാണ് പറയുന്നത്. പിന്നീട് എന്താ പറയുന്നത്, ഗ്ലാസ് വേഴ്സ് ഫേവറബിൾ ടെമ്പറേച്ചർ, അതിന് അനുകൂലമായ താപനിലയും സൂര്യപ്രകാശവും ലഭ്യമാകുന്ന ഒരു സ്ഥലത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അല്ലേ. ഓക്കെ, ഇനി അതിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 3-ലെ എ നോക്കാം. വിച്ച് കോമ്പൗണ്ട്സ് റിക്വേഴ്സ് ഫോർ സീഡ് ജെർമിനേഷൻ ഐഡൻറ്റിഫൈഡ് ഇൻ ദ എബോ എക്സ്പെരിമെൻറ്റ്. എന്താണ് മേൽ പറഞ്ഞ പരീക്ഷണത്തിൽ വിത്ത് മുളയ്ക്കുന്നതിന് ഏത് ഘടകം കൂടി ആവശ്യമാണെന്ന് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് ഓപ്ഷനിൽ പറയുന്നത്? വാട്ടർ, പിന്നെന്താണ് അഡിക്വേറ്റ് ടെമ്പറേച്ചർ, സൺലൈറ്റ്. അപ്പോൾ ഇതിൽ മേൽ പറഞ്ഞ പരീക്ഷണത്തിൽ സൺലൈറ്റും ടെമ്പറേച്ചറും ഒക്കെ പറയുന്നുണ്ട് അല്ലേ. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ഡ്രൈ സോയിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഡ്രൈ ആയിട്ടുള്ള ഉണങ്ങിയ മണ്ണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു വിത്ത് മുളയ്ക്കാൻ എന്ത് അനുകൂലമായ കാലാവസ്ഥയും സൂര്യപ്രകാശം മാത്രം ലഭിച്ചാൽ മതിയോ? പോരല്ലേ, വാട്ടർ കൂടി വേണമല്ലേ. അപ്പോൾ അതിന് ആൻസർ എന്താണ്? വാട്ടർ ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റി 3-ലെ ബി നോക്കാം. ഗിവ് റീസൺ വൈ ദ സീഡ്സ് വെറി ഡീപ്പ് ഇൻ ദ സോയിൽ ഈസ് നോട്ട് ജെർമിനേറ്റഡ്. എന്താണ് മണ്ണിൽ കുഴിച്ചിട്ട് വിത്ത് മുളയ്ക്കാത്തതിനുള്ള കാരണം പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഏതിലാണ്? ആക്ടിവിറ്റി 3 ഏത് പാഠത്തു നിന്നാണ് വന്നിരിക്കുന്നത്? 4ാമത്തെ ചാപ്റ്റർ ലൈഫ് വിത്തിൻ ദ സീഡ്, വിത്തിനുള്ളിലെ ജീവൻ എന്ന ചാപ്റ്ററിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഇല്ലേ. അപ്പോൾ ആ ചാപ്റ്ററിൽ പേജ് നമ്പർ 50 ഫോർ സീഡ്സ് ടു ജെർമിനേറ്റ് എന്നുള്ളൊരു ഭാഗമുണ്ട്. അത് കറക്റ്റായിട്ട് അതിൻ്റെ ആൻസറാണ്. അപ്പോൾ നന്നായിട്ട് ആ ഒരു ഭാഗം വായിക്കുക കേട്ടോ. ആക്ടിവിറ്റി 3-ലെ ക്വസ്റ്റ്യൻ സി നോക്കാം. വാട്ട് ചേഞ്ചസ് ഷുഡ് ബി മെയ്ഡ് ഇൻ ദ എബോ എക്സ്പെരിമെൻറ്റ് ടു ഫൈൻഡ് ഔട്ട് വെദർ ലൈറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ സീഡ്സ് ജെർമിനേഷൻ. എന്താണ് പറയുന്നത്? വിത്ത് ഉൽപ്പാദനത്തിന് വെളിച്ചം അത്യാവശ്യമാണ് എന്നറിയാൻ മുകളിൽ പറഞ്ഞ പരീക്ഷണത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം? അപ്പോൾ നമുക്ക് ചെറിയൊരു പരീക്ഷണത്തിൻ്റെ പോലെ നമ്മൾ എഴുതണം. എന്താണ് എഴുതുക? ടേക്ക് ദ സീഡ്സ് ഫോർ ജെർമിനേഷൻ. നമ്മൾ കുറച്ച് വിത്ത് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. പുട്ട് 1 pot in a ഡാർക്ക് റൂം, ഒരു പാത്രം ഇരുട്ടുള്ള റൂമിൽ വെക്കുക. ആൻഡ് 1 pot in a ഫേവറബിൾ ടെമ്പറേച്ചർ ഇൻ എ സണ്ണി പ്ലേസ്, ഒരു പാത്രം എവിടെ വെക്കുക? അനുകൂല സാഹചര്യമുള്ള ഒരു വെളിച്ചമൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്ത് വെക്കുക. അപ്പോൾ നമുക്ക് ദെൻ യു ക്യാൻ സീ ദ ചേഞ്ചസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ചേഞ്ചസ് മനസ്സിലാവും. നമുക്കറിയാൻ പറ്റും വെളിച്ചമുള്ള സ്ഥലത്ത് ചെടിയാണ് വിത്താണ് മുളച്ച് വന്നിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് എഴുതാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ആക്ടിവിറ്റീസ് നോക്കാം. ആക്ടിവിറ്റി 4 ഒബ്സർവ് ദ പിക്ചർ. ആ പിക്ചർ ഒന്ന് ഒബ്സർവ് ചെയ്യൂ. ആരൊക്കെയാണ് പിക്ചറിൽ കാണുന്നത്? കൽപ്പന ചൗള, വിക്രം സാരാഭായ്, രാകേഷ് ശർമ്മ ആൻഡ് സുനിത വില്യംസ്. ഇത്രയും പേരുടെ ചിത്രങ്ങൾ കാണുന്നുണ്ട് അല്ലേ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹു എമംഗ് ദ ലീഡ് ഇൻ ദ വേ ഇൻ സ്പേസ് എക്സ്പ്ലോറേഷൻ. എന്താണ് പറയുന്നത്? ഇവിടെ ആരാണ് ബഹിരാകാശ പര്യവേഷണത്തിന് നേതൃത്വം നൽകിയതെന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം ആരാണ്? വിക്രം സാരാഭായ് ആണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് എനി 2 അച്ചീവ്മെൻറ്റ്സ് മെയ്ഡ് ബൈ ഇന്ത്യ ഇൻ ദ ഫീൽഡ് ഓഫ് സ്പേസ് സയൻസ്. എന്താണ്? ബഹിരാകാശ ശാസ്ത്ര മേഖലയിൽ ഇന്ത്യ കൈവരിച്ച ഏതെങ്കിലും 2 നേട്ടങ്ങൾ എഴുതാൻ വേണ്ടിയാണ് പറയുന്നത്. നമുക്ക് എജുസാറ്റ് എഴുതാം അല്ലേ. എന്തിനാണ് എജുസാറ്റ്? വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എജുസാറ്റ്. പിന്നെ അതുപോലെ ചന്ദ്രയാൻ 1 ഇതൊക്കെ എഴുതാം അല്ലേ. ഇതിന് 2 എണ്ണമാണ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ചാപ്റ്റർ നന്നായിട്ട് വായിക്കുക. ഏതാണ് ചാപ്റ്റർ എന്ന് മനസ്സിലായല്ലോ. ചാപ്റ്റർ നമ്മുടെ അധ്യായം 9ാമത്തെ ചാപ്റ്ററാണ്. ബഹിരാകാശ വിസ്മയങ്ങളുടെ ലോകം എന്ന് പറഞ്ഞ 9ാമത്തെ ചാപ്റ്ററാണ്. നന്നായി വായിക്കണം കേട്ടോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ സി നോക്കാം. അതിന് മുൻപ് ക്വസ്റ്റ്യൻ സിയുടെ മുകളിലൊരു ബോക്സിൽ സുനിത വില്യംസിൻ്റെ ഒരു കോട്ട്സ് എഴുതിയിട്ടുണ്ടല്ലേ. എന്താണ് അതിൽ പറയുന്നത്? വി ക്യാൻ സീ ഡേ ആൻഡ് നൈറ്റ് ഓൺ ദ എർത്ത് സിമിൾട്ടേനിയസ്ലി ഫ്രം ഹിയർ. എന്താണ് പറയുന്നത്? ഭൂമിയിലെ രാവും പകലും നമുക്ക് ഇവിടെ നിന്ന് ഒരേ സമയം കാണാൻ കഴിയും എന്നാണ് സുനിത വില്യംസ് അതിൽ പറയുന്നില്ലേ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ സി എന്താണ്? വി ആൾറെഡി അണ്ടർസ്റ്റാൻഡ് സം ഓഫ് ദ തിങ്സ് ആസ്ട്രോണട്സ് സേ അബൌട്ട് സ്പേസ് എക്സ്പീരിയൻസ്. റൈറ്റ് ഡൗൺ വൺ സച്ച് എക്സ്പീരിയൻസ് ആൻഡ് ഇറ്റ്സ് റീസൺ. അതായത് ബഹിരാകാശ യാത്രികർ ബഹിരാകാശ അനുഭവത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അതായത് ഇപ്പോൾ സുനിത വില്യംസിൻ്റെ ഒരു കോട്ട്സ് തന്നെ കേട്ടില്ലേ. അതുപോലെ അത്തരത്തിലുള്ള ഒരു അനുഭവം എഴുതാനാണ് പറയുന്നത്. അതിനുള്ള കാരണവുമാണ് എഴുതാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ വല്ല സാഹസികങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്പീരിയൻസ് എഴുതാനാണ് പറയുന്നത്. ഇനി നമുക്ക് ആക്ടിവിറ്റി 5 നോക്കാം. Activity 5, Anu is doing an experiment. Find out the object which allow the passage of light and those that do not. That objects used in the experiments are given below. എന്താണ് പറയുന്നത്? പ്രകാശം കടന്നു പോകുന്ന വസ്തുക്കളെ കണ്ടെത്താൻ അനു ഒരു പരീക്ഷണം നടത്തുകയാണ്. പരീക്ഷണത്തിന് ഉപയോഗിച്ച വസ്തുക്കളാണ് നമ്മുടെ താഴെ ആ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിൽ ആക്ടിവിറ്റി 5-ലെ എ ക്വസ്റ്റ്യൻ നോക്കാം.
ക്വസ്റ്റ്യൻ എ എന്താണ് ക്ലാസിഫൈ ദ എബോ ഒബ്ജക്റ്റ് വിത്ത് ദ സ്യൂട്ടബിൾ ടൈറ്റിൽ. മുകളിൽ പറഞ്ഞ ബോക്സിൽ കുറച്ച് വസ്തുക്കളുടെ പേര് കൊടുത്തിട്ടുണ്ടല്ലോ, അതിന് സ്യൂട്ടബിൾ ടൈറ്റിൽ കൊടുക്കുക. എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുക്കളും പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കൾ എന്നുള്ള ടൈറ്റിൽ കൊടുത്തിട്ട് വേർതിരിച്ചെഴുതാനാണ് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ ബി നോക്കാം. ക്വസ്റ്റ്യൻ ബി പറഞ്ഞ സജസ്റ്റ് എ വേ ടു സേഫ്ലി ഒബ്സർവ് സോളർ എക്ലിപ്സ്. അതായത് സൂര്യഗ്രഹണം സുരക്ഷിതമായി നിരീക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗ്ഗം നിർദ്ദേശിക്കാനാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് സുരക്ഷിതമായിട്ട് എക്സ്റേ ഷീറ്റിലൂടെ ഒക്കെ സുരക്ഷിതമായിട്ട് കാണാൻ കഴിയില്ല. അപ്പോൾ ആ മുകളിലുള്ള ബോക്സ് വായിച്ചു നോക്കിയിട്ട് അതുപോലെ എഴുതുക കേട്ടോ. നമുക്കിനി ആക്ടിവിറ്റി 6 നോക്കാം. ആക്ടിവിറ്റി 6-ലെ എ ക്വസ്റ്റ്യൻ ക്ലാസിഫൈ ദ ഫോളോയിങ് ഫ്ലൂയിൽസ് ഇൻടു സ്യൂട്ടബിൾ കാറ്റഗറീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് താഴെ ഒരു ബോക്സിൽ കുറച്ച് ഇന്ധനങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട് അല്ലേ, അത് അനുയോജ്യമായ വിഭാഗത്തിൽ പെടുത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഏത് ചാപ്റ്ററിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ? സോഴ്സ് ഓഫ് എനർജി 5ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് കാറ്റഗറി ആയിട്ട് എഴുതുക? കൺവെൻഷണൽ എനർജിയും നോൺ കൺവെൻഷണൽ എനർജി, അങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ 63ാമത്തെ പേജിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അതുപോലെയാണ് അത് എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് സജഷൻസ് യു വിൽ ഗീവ് ഫോർ മേക്കിംഗ് എ ന്യൂ ഫയർവുഡ് സ്റ്റവ് ഇൻ യുവർ ഹോം. എന്നാണ് നിങ്ങളുടെ വീട്ടിലൊരു പുതിയ വിറകടുപ്പ് ഉണ്ടാക്കുന്നതിന് നിങ്ങൾ നൽകുന്ന പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അത് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലേ. ഫസ്റ്റ് പേജിൽ തന്നെ ആ സോഴ്സ് ഓഫ് എനർജി എന്നുള്ള പാഠത്തിൽ ഫസ്റ്റ് തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെ നന്നായി ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ചിട്ട് അതുപോലെ എഴുതുക കേട്ടോ. ആക്ടിവിറ്റി 7-ൽ ഒബ്സർവ് ദ പിക്ചർ. ആ ചിത്രങ്ങൾ ശ്രദ്ധിക്കാനാണ് പറയുന്നത്. ഡിഡ് യു നോട്ടീസ് ദ സിസ്റ്റം ദാറ്റ് മേക്ക് ടു ഈസിയർ ടു ലോഡ് ഹെവി ഒബ്ജക്റ്റ് ഇൻ ദ വെഹിക്കിൾ. വണ്ടികളിലേക്ക് വളരെ ഈസി ആയിട്ട് സാധനങ്ങൾ കയറ്റുന്നതാണല്ലേ അതിൽ കാണുന്നത്. ഇനി നമുക്ക് അതിൽ ക്വസ്റ്റ്യൻ എ നോക്കാം. ആക്ടിവിറ്റി 7-ലെ എ വിച്ച് ടൈപ്സ് ഓഫ് സിമ്പിൾ മെഷീൻ ഈസ് ദീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഏത് തരത്തിലുള്ള ലളിതമായ യന്ത്രമാണ്? ഏതാണ്? ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണല്ലേ. ഇത് ഏതാണ് ചാപ്റ്റർ എന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഇത് 6th ചാപ്റ്റർ ലിറ്റിൽ എഫേർട്ട് ലോട്ട് ഓഫ് വർക്ക്. സെക്കൻഡ് പാർട്ടിലെ 6th ചാപ്റ്ററാണ്. ഫസ്റ്റ് ചാപ്റ്റർ തന്നെ വരുന്നത് ഇൻക്ലൈൻഡ് പ്ലാൻ, പേജ് നമ്പർ 81. ഇൻക്ലൈൻഡ് പ്ലാൻ ആണ് ഇത് വരുന്നത്. അതായത് ഒരു വസ്തു ചരിച്ച് കയറ്റുമ്പോൾ ഈസി ആയിട്ട് കയറ്റാൻ അത് പറ്റുന്നുണ്ടല്ലേ, അതാണത് പറയുന്നത്. ഇനി ബി നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ. ചുവടെ തന്നിട്ടുള്ള ആ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ടാസ്ക് എന്ന് എഴുതിയിട്ടുണ്ട്, സിമ്പിൾ മെഷീൻ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ടാസ്ക് എന്താണ്? ഫസ്റ്റ് ടു കട്ട് ദ ക്ലോത്ത്. ടു കട്ട് ദ ക്ലോത്തിന് ഉപയോഗിക്കുന്ന സിമ്പിൾ മെഷീൻ ഏതാണ്? തുണി കട്ട് ചെയ്യാൻ വേണ്ടി എന്താ ഉപയോഗിക്കുക? സിസേഴ്സ് ആണല്ലേ. ഓക്കെ, അടുത്ത ടാസ്ക് ഒന്നും കൊടുത്തിട്ടില്ല. സിമ്പിൾ മെഷീൻ്റെ ബോക്സിൽ സ്ക്രൂ ഡ്രൈവർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താവും അതിൻ്റെ ടാസ്ക് നമ്മൾ എഴുതുക? റിമൂവൽ ഓഫ് സ്ക്രൂസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുന്നില്ലേ. അടുത്ത ടാസ്ക് എന്നുള്ള ബോക്സിൽ ഒന്നും എഴുതിയിട്ടില്ല. പക്ഷേ സിമ്പിൾ മെഷീൻ എന്നുള്ള ബോക്സിൽ ലെമൺ സ്ക്യൂസർ എന്ന് എഴുതിയിട്ടുണ്ട്. ലെമൺ സ്ക്യൂസർ എന്തിനു ഉപയോഗിക്കുക? എക്സ്ട്രാക്ട് ജ്യൂസ് ഫ്രം ലെമൺ ജ്യൂസ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ടാണല്ലേ. അടുത്ത ടാസ്ക് എന്നുള്ള ബോക്സിൽ എഴുതിയിട്ടുണ്ട് ചോപ്പിംഗ് ഫയർവുഡ്, കത്തിക്കാനുള്ള വിറക് മുറിക്കാൻ അതിനെന്താ ഉപയോഗിക്കുക എന്നുള്ള. സിമ്പിൾ മെഷീൻ്റെ ബോക്സിൽ എന്താ നമ്മൾ എഴുതുക? എക്സ് ആണല്ലേ, കോടാലി കൊണ്ടാണല്ലേ നമ്മളത് ഉപയോഗിക്കുക. ഓക്കെ, നമുക്ക് ആക്ടിവിറ്റി 8 നോക്കാം. ആക്ടിവിറ്റി 8 റീഡ് ദ ന്യൂസ് ഹെഡ്ലൈൻ. ഒരു ന്യൂസിൻ്റെ തലക്കെട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ ക്വസ്റ്റ്യൻസ് നോക്കാം. പ്രിപ്പയർ എ പോസ്റ്റർ ടു ക്രിയേറ്റ് അവയർനെസ് എമംഗ് ദ സൊസൈറ്റി എഗൈൻസ്റ്റ് സച്ച് പാൻഡമിക് ഡിസീസസ്. എന്താ പറയുന്നത്? ഇത്തരം പകർച്ചവ്യാധികളെ കുറിച്ചിട്ടുള്ളൊരു ഒരു ഹെഡ്ലൈൻസ് അല്ലേ മുകളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരം പകർച്ചവ്യാധികൾക്കെതിരെ സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെയിം എനി 2 ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ കോണ്ടാക്ട്. എന്താണ്? സമ്പർക്കത്തിലൂടെ പടരുന്ന ഏതെങ്കിലും 2 രോഗങ്ങൾ പറയാനാണ് കേട്ടോ, എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ? കോവിഡൊക്കെ നമുക്ക് എഴുതാം അല്ലേ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 9 ലിസൺ ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ 2 ബോയ്സ്. 2 ബോയ്സുകളുടെ കോൺവെർസേഷൻ ശ്രദ്ധിക്കാനാണ് പറയുന്നത്. നമുക്കിനി അവരെ കോൺവെർസേഷൻ നോക്കാം. ഫസ്റ്റ് ബോയ് പറയാണ്, ദ വാട്ടർ ഇൻ മൈ വെൽ ഹാസ് നോട്ട് ഡ്രൈഡ് ഔട്ട് ഇൻ ദ സമ്മർ സിൻസ് ബിൽഡ് ഇൻ ദ റെയിൻ വാട്ടർ പില്ല്. എന്താണത്? ആ കുട്ടി പറഞ്ഞത് എന്താണ്? മഴവെള്ളക്കുഴി നിർമ്മിച്ചത് മുതൽ വേനൽക്കാലത്ത് എൻ്റെ കിണറിലെ വെള്ളം വറ്റിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത ബോയ് എന്താ പറയുന്നത് നോക്കാം. അടുത്ത ബോയ് പറയാണ്, ദ വാട്ടർ ഇൻ മൈ വെൽ ഇൻക്രീസ് ആഫ്റ്റർ ദ സ്ലോപ്പ് ലാൻഡ് വാസ് കട്ട് ഇൻ ടു ഡിഫറെൻറ്റ് ലെയേഴ്സ്. എന്താണ്? ചെരിഞ്ഞ നിലം പല തട്ടുകളായി കട്ട് ചെയ്തപ്പോൾ എൻ്റെ കിണറിലെ വെള്ളം വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. ഇനി അതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ വേ ടു കൺസർവ് റെയിൻ വാട്ടർ. അതായത് മഴവെള്ളം സംരക്ഷിക്കാനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ചാണ് ചോദിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡസ് ദീസ് മെത്തേഡ് ഹെൽപ്പ് ഇൻ പ്രിവെൻറ്റിംഗ് സോയിൽ ഇറോഷൻ ഹൗ. അതായത് ഈ മെത്തേഡ് മണ്ണൊലിപ്പ് തടയാൻ സഹായിക്കുന്നുണ്ടോ, എങ്ങനെയെന്നാണ് ചോദിക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ,
ഫ്രം ദ ഫോളോയിങ് ഡിസാസ്റ്റേഴ്സ് പിക്ക് ഔട്ട് ദോസ് കോസ് ഡ്യൂ ടു റെയിൻ. അതായത് താഴെ പറയുന്ന ദുരന്തങ്ങളിൽ നിന്ന് മഴ കാരണം ഉണ്ടായവ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഫ്ലഡ്, അത് എഴുതാൻ പറ്റൂലേ? ഫ്ലഡ് എന്താണ്? വെള്ളപ്പൊക്കമാണ്. പിന്നെ എർത്ത് കേക്ക്, അതൊന്നും പറ്റില്ല. സുനാമി പറ്റും. പിന്നെന്താ? സീ ടർബുലൻസ്, അതായത് കടൽക്ഷോഭമൊക്കെ മഴ വരുമ്പോൾ ഉണ്ടാവൂലേ. അപ്പം നമ്മൾ ഇത്രയും സമയം മുൻ വർഷങ്ങളിൽ നടന്നിട്ടുള്ള ബേസിക് സയൻസ് 5ാം ക്ലാസ്സിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാന്ന് വെച്ചെങ്കിൽ എൻ്റെ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ. താങ്ക്